ഹായ്. കാലിലെ രക്തക്കുഴലുകൾ തടിച്ച് വീർത്ത് കെട്ടിപ്പണഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇത് പല ആളുകളിലും വെറും ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമായിട്ട് അവശേഷിക്കാം. എന്നാൽ ചില ആളുകളിൽ കാലിലുണ്ടാകുന്ന ശക്തമായ കഴപ്പ്, വേദന, ഈ രക്തക്കുഴൽ പൊട്ടിയുണ്ടാകുന്ന അമിതമായിട്ടുള്ള രക്തസ്രാവം, അതുപോലെ തന്നെ മുറിവുണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങാനുണ്ടാകുന്ന താമസം, കാലിലെ തൊലിയിലുണ്ടാകുന്ന കളർ വ്യത്യാസം, തൊലിയിൽ കട്ടി ആയിട്ട് അനുഭവപ്പെടുക, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് പറയാറുണ്ട്. ഈ രക്തക്കുഴലിലെ രക്തം മസിൽ പമ്പിങ്ങിലൂടെ മുകളിലോട്ടാണ് പ്രവഹിക്കുന്നത്. ഇത്തരത്തിൽ മുകളിലോട്ട് പോകുന്ന രക്തം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക തരത്തിലുള്ള വാൽവുകളുണ്ട്. ഇത്തരം വാൽവുകൾക്ക് ഉണ്ടാകുന്ന തകരാറാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്നത്. അമിതമായിട്ടുള്ള വണ്ണം, കൂടുതലായി നിൽക്കുന്ന ജോലി, അതുപോലെ തന്നെ പാരമ്പര്യവും മറ്റൊരു കാരണമാണ്. ചെറിയ അസുഖങ്ങൾക്കൊന്നും, ചെറിയ സിംറ്റംസിനൊന്നും പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. എന്നാലും വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ സർജറി ഡിപ്പാർട്ട്മെന്റിൽ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലതിനൊക്കെ സർജറി ആവശ്യമാണെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ സിംറ്റമാറ്റിക് റിലീഫ് ഉണ്ടാവും. എന്നാലും സർജറി ഒരു ശാശ്വത പരിഹാരമല്ല. ചില ചെറിയ കേസുകളിലൊക്കെ, ചെറിയ സിംറ്റംസിലൊക്കെ വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംറ്റമാറ്റിക് റിലീഫ് ഉണ്ടാവും. മറ്റു തരത്തിലുള്ള മോഡ് ഓഫ് ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്.